Hey guys, welcome back to Stories of Naira. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് നയറ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും അടിപൊളിയായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സൂപ്പറായിട്ട് പോകുന്നു. സോ അപ്പോൾ എന്താണ് ഇന്നത്തെ ഉദ്ദേശം? ഞാൻ ഒത്തിരി വ്ളോഗ് എടുക്കാൻ മറന്നു പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ഇനി സെറ്റായിട്ട് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ ഇന്ന് എനിക്ക് ക്ലാസ്സില്ല. ഇന്ന് ട്യൂസ്ഡേ ആണ്. ക്ലാസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സാണ്, ഈവനിങ്ങേ ഉള്ളൂ. അപ്പം എനിക്ക് നമ്മുടെ ജവാനിലെ ഒരു സോങ് റീല് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫുള്ള് റെഡി ആയിട്ട് ഇവിടെയൊക്കെ വന്നു. ദെൻ വീഡിയോ എടുത്തു. വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ കരുതി അവിടെ ഒരു പള്ളിയുണ്ട് കേട്ടോ. ഞാൻ ബ്രാൻഫോർഡ് ഫസ്റ്റ് ടൈമാണ് ഒരു പള്ളി കാണുന്നത്. എനിവേ, അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ കരുതി ചുമ്മാ ഇങ്ങനെ എങ്ങോട്ടേലൊക്കെ നടന്ന് നോക്കാം. ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ട് ബസ് കയറിയിട്ടില്ല. സോ ബസ് കയറി എങ്ങോട്ടേലും പോവാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ബാക്കി എങ്ങനെയാണ് ഇന്നത്തെ ഡേ പോകുന്നതെന്നൊക്കെയാണ്. സോറി ഫോർ ദാറ്റ്. റോഡിലാണല്ലോ, അപ്പോൾ അതൊക്കെ കേൾക്കാം. അപ്പോൾ ബസ് കയറി നമ്മൾ എങ്ങോട്ടേലും പോകാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. ലഞ്ചിന് ആക്ച്വലി ഞാൻ ലഞ്ച് എന്താണെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, കാര്യം തിരിച്ച് വീട്ടിൽ പോകുമെന്നാണ് വിചാരിച്ചത്. എനിവേ, ഞാൻ നമ്മുടെ സാലഡ് ക്യൂക്കുംബർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എടുക്കാൻ വിട്ടുപോയി. അതുമാത്രമല്ല എൻ്റെ കയ്യിൽ ഈ ഒരു കുഞ്ഞ്. എനിവേ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബസ് സ്റ്റോപ്പ് എവിടെയാണോ നോക്കി പോവാം. ഓക്കെ, ആരും തെറ്റിദ്ധരിക്കരുത്, ഇവിടെ ഇപ്പോൾ വിൻ്ററാണ്. പക്ഷേ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അടിപൊളി സമ്മറായിരുന്നു. ഭയങ്കര രസമാണ് ഇവിടുത്തെ റോഡും ഈ ഗ്രീനറി ഒക്കെ കാണാൻ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഗ്രീൻ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. എനിവേ, ബസ് സ്റ്റോപ്പ് തപ്പി പോവുക. ഇത് കണ്ടപ്പോൾ എനിക്ക് നാട്ടിലെ നമ്മുടെ തോടുണ്ടല്ലോ, തോട്ടിൻ്റെ സൈഡ്, അത് ഓർമ്മ വന്ന്. പക്ഷെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. നിങ്ങളിപ്പോൾ കാണുന്നത്, ഞാൻ ഐഫോൺ എടുത്തിട്ട് കുറച്ച് ദിവസം ആയതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ സിനിമാറ്റിക്കിൽ എങ്ങനെയൊക്കെ ഇത് നമുക്ക് ഷൂട്ട് ചെയ്യാമെന്ന് ഞാനിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഭയങ്കര രസമാണ് കേട്ടോ ഈ സിനിമാറ്റിക് മോഡ്. എനിക്ക് നല്ല ഇഷ്ടമായത്. ഫസ്റ്റ് ടൈമാണ് ബസ്സിൽ കയറുന്നത്. അയ്യോ, ആക്ച്വലി ഞാൻ നടന്നു വന്ന സ്ഥലത്തോട്ട് തന്നെ തിരിച്ച് പോവുകയാണ്. നമുക്കിവിടെ ബ്രാൻഫോർഡിൽ എനിക്കൊരു 1 കാർഡ് ഉണ്ട്. അത് കൊടുക്കുമ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാം. അങ്ങനെ ബസ്സിൽ കയറി ആദ്യമായിട്ട്. പക്ഷേ ഒരു അബദ്ധം പറ്റി. എനിക്ക് എങ്ങോട്ടാണ് പോവേണ്ടതെന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ബസ്സിൽ കയറി. ഇത് ആക്ച്വലി ബ്രാൻഫോർഡ് മാത്രം ഇങ്ങനെ ഇവിടെ എങ്ങനെയാണ്. ഇപ്പോൾ ബ്രാൻഫോർഡുള്ള സ്ഥലം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മൾ ബ്രാൻഫോർഡ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രാൻഫോർഡിനകത്ത് തന്നെ മൊത്തം കറങ്ങി അങ്ങനെ ഉള്ളതാണ് ഇവിടുത്തെ ലോക്കൽ ട്രാൻസിറ്റ് ബസ്സസ്. അല്ലെങ്കിൽ പിന്നെ ഗോ ബസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. നമുക്ക് വേറെ സ്ഥലത്തോട്ട്, വേറെ സിറ്റിയിലോട്ടൊക്കെ പോകണമെങ്കിൽ ഗോ ബസ് എടുക്കണം. അപ്പോൾ ഇത് ലോക്കൽ ട്രാൻസിറ്റ് ബസ്സാണ്. അപ്പോൾ ട്രാൻസിറ്റിൽ നിന്ന് കയറി ഇത് തിരിച്ച് കറങ്ങി ബ്രാൻഫോർഡ് മൊത്തം പോയിട്ട് ട്രാൻസിറ്റിൽ തന്നെ തിരിച്ച് വരുന്നതാണ്. അങ്ങനെ ഞാൻ കയറി എങ്ങോട്ടോ പോവുകയാണ്. അങ്ങനെ ബസ്സിലിരുന്നിരുന്ന് എനിക്കൊന്ന് ഉറങ്ങിയാൽ മതി. ഞാൻ ടയേർഡായി. പിന്നെ ഞാൻ ഈ എടുത്തു എന്ന് പറഞ്ഞ റീൽ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ. അതെനിക്ക് അത്ര ഇഷ്ടമായില്ല. ഇവിടെ തന്നെ എത്തി കേട്ടോ. ഞാൻ ബസ് കയറി തിരിച്ച് എൻ്റെ സ്ഥലത്ത് തന്നെ എത്തി. അപ്പം ഞാൻ ഇവിടുന്ന് വീണ്ടും ബസ് കയറി വേറെ എവിടെയെങ്കിലും പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഐ മീൻ സിറ്റിയിലോട്ട് പോകുന്നത് എങ്ങോട്ടാണോ ആ ബസ് നോക്കി ഇനി നെക്സ്റ്റ് കയറാമെന്ന് കരുതി. പക്ഷെ ഒന്ന് ബ്രാൻഫോർഡിൽ ആദ്യമായിട്ട് ബസ് കയറി ഒന്ന് മൊത്തം ഇങ്ങനെ കണ്ടു. കൊള്ളാം. പക്ഷെ കുറേ ഹൗസിങ് ഏരിയ ആണ്, ഫുൾ ഒത്തിരി വീടുകളാണ്. ഇവിടെ അങ്ങനെ ഷോപ്പ് കാര്യങ്ങളൊന്നുമില്ല. എനിവേ, സോ ഇവിടെ കെല്ലീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട് കേട്ടോ. അതായത് ഇതൊരു ഏജൻസിയാണ്, ജോബ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്, ലൈക്ക് ബ്ലാ അറിയാലോ, ഏജൻസിയാണ്. സോ ഞാനൊന്ന് അവിടെ കയറുവാണ്. അവിടെ കയറി എൻ്റെ റെസ്യൂമേ കൊടുക്കാമെന്ന് കരുതി. അതിൻ്റെ അടുത്ത് ഇറങ്ങിയത്. സോ അപ്പോൾ ഇതാണ് കെല്ലി. നമ്മൾ കയറി പോകുമ്പോൾ തന്നെ അവർ ഇങ്ങനെയൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. സോ റെസ്യൂമേ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോവാനുണ്ടായേ. കെല്ലിയിൽ കയറി. അവിടെ പക്ഷേ ഓൾറെഡി ഞാൻ കേട്ടു
നമുക്ക് സ്റ്റുഡൻസിനൊന്നും അകത്ത് കയറ്റുന്നില്ല തൽക്കാലത്തേക്ക്. അവിടെ വെളിയിൽ റെസ്യൂമെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ റെസ്യൂമെ അല്ല ഡ്രോപ്പ് ചെയ്യുന്നത്, നമ്മൾ ജസ്റ്റ് നമ്മുടെ പേരും വളരെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ ഒന്ന് എഴുതി അവിടെ ഇടുക. അതാണ് സംഭവം. അങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ അവർ കോൺടാക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ റെസ്യൂമൊക്കെ കൊടുത്താൽ മതി. ചുമ്മാ ചെയ്തോന്നേ ഉള്ളൂ. എനിവേ എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കാണുന്ന എന്തെങ്കിലും കയറി വില കുറഞ്ഞ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ലെറ്റ്സ് സീ. ഞാൻ ഇവിടുത്തെ അടുത്തുള്ള KFCയിൽ കയറി. അപ്പോൾ ഇവിടെ ഒരു വാല്യൂ മീൽ ഉണ്ടായിരുന്നു. 2 പീസ് ചിക്കൻ, ഫ്രൈസ് ആൻഡ് ഡ്രിങ്ക്സ്, $5 സംതിങ് ലൈക്ക് ദാറ്റ്. യാ, അപ്പോൾ അത് ഞാൻ ഓർഡർ ചെയ്തു. നല്ല വിശപ്പുണ്ട്. കഴിക്കട്ടെ, വരട്ടെ. ഫുഡ് കഴിച്ചു. അപ്പോൾ ഇവിടെ അടുത്തുള്ള കുറച്ച് ഷോപ്സും കൂടെ ഉണ്ട്. അവിടേക്ക് ഞാനൊന്ന് റെസ്യൂം ഇടാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ നോക്കട്ടെ. സോ ഞാനിപ്പോൾ വിചാരിക്കുന്നത് വീട്ടിൽ പോവാം. എന്നിട്ട് നമുക്ക് നാളെ ഇതുപോലെ ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. സോ യാ, നമുക്ക് എൻ്റെ അപ്പാർട്ട്മെൻറ്റ് ഞാൻ കാണിച്ചു തരാം. സോ ദേ ആ കാണുന്നതാണ് എൻ്റെ അപ്പാർട്ട്മെൻറ്റ്. അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ദേ അപ്പാർട്ട്മെൻറ്റിലോട്ട് കയറി. പക്ഷേ ഞാൻ പെട്ടെന്ന് എനിക്ക് ഇൻഷുറൻസിൻ്റെ ഒരു കോപ്പി വേണം, പ്രിൻ്റ് വേണം. ഇവിടുത്തെ ഇൻഷുറൻസിന് കവറേജ് കാർഡ് വേണം. സോ അപ്പോൾ ഞാൻ എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വേറൊരു ക്യാമ്പസ്. അവിടെ നിന്നാണ് നമുക്ക് ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ കിട്ടുന്നത്. അപ്പോൾ ഞാനൊന്ന് അങ്ങോട്ട് പോയി എടുക്കും. ഞാൻ ഉച്ചയ്ക്ക് പോയായിരുന്നു, പക്ഷേ അവിടെ എന്തുമായിരുന്നു, ലഞ്ച് ബ്രേക്ക് ആയിരുന്നു. അപ്പോൾ എനിക്ക് കാണാൻ പറ്റിയില്ല. സോ 4:30 വരെ അവിടെ ഉള്ളൂ. ഇപ്പം മണി 3 ഇപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. സോ എനിക്ക് ആ ഇൻഷുറൻസിൻ്റെ കാർഡ് വേണം. അപ്പം അത് ചോദിക്കാനായിട്ട് നമുക്ക് പോവാം. ഇത് ഏതാ ക്യാമ്പസ് എന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ട് ബ്രാൻഡ്ഫോർഡ് വന്നപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഫസ്റ്റ് ഞാൻ കാണിച്ച എൻ്റെ വെൽക്കം ഡ്രോപ്പ് ഇൻ സെഷൻ ഉണ്ടായിരുന്ന ഒരു ക്യാമ്പസ് ഉണ്ടായിരുന്നല്ലോ, കോൾബോൺ എന്നാണ് ആ ഒരു ക്യാമ്പസിൻ്റെ പേര്, കോൾബോൺ ക്യാമ്പസ്. സോ അവിടെയാണ് ഇപ്പോൾ പോകുന്നത്. ഈ ബാക്കിൽ കാണുന്നതാണ് എൻ്റെ അപ്പാർട്ട്മെൻറ്റ്, ഫ്രണ്ടിൽ കാണുന്നതാണ് എൻ്റെ കോളേജ്. കാണിച്ചു തരാം. ഇതാണ് കോളേജ്, കണ്ടോ? ഇതാ ഒരു ക്യാമ്പസാണ്. എനിക്കിവിടെ ഏതൊക്കെ ദിവസം ഫ്രൈഡേ ആണ് എനിക്കിവിടെ ക്ലാസ് ഉള്ളത്. വെനസ്ഡേയും തേഴ്സ്ഡേയും എനിക്ക് വെല്ലിംഗ്ടണിലാണ്. മൺഡേ എനിക്ക് ഓടി എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പസ് ഉണ്ട്, അവിടെയാണ്. ട്യൂസ്ഡേ എനിക്ക് ഓൺലൈൻ ക്ലാസ്സാണ്. ഇന്ന് ട്യൂസ്ഡേ ആണ്. കണ്ടോ, ഇതാണ് ക്യാമ്പസ്. സോ സോറി ഗൈസ്, ഞാൻ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്ന കാര്യം മറന്നു. ആക്ച്വലി ഞാൻ വീട്ടിൽ വന്നു, ദെൻ കുറച്ച് നേരം കിടന്നുറങ്ങി. എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു, ഞാൻ അത് അറ്റൻഡ് ചെയ്തു. ഇപ്പം ഞാൻ എന്ത് ചെയ്യുവാണ്, ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് നടക്കാൻ പോവുകയാണ്. അപ്പം അതാണ് പരിപാടി. അപ്പം നടന്നിട്ട് വന്നിട്ട് കാണാം. സോ ഗൈസ്, ഞാനൊന്ന് നടന്നിട്ട് വന്നു. അയ്യോ, വേർത്ത് പോയി. അത്യാവശ്യം നല്ലപോലെ നടന്നായിരുന്നു. ഇനി വീട്ടിൽ പോകുന്നു, ഫ്രഷ് ആവുന്നു, ഫുഡ് കഴിക്കണം. ഞാനൊരു 7:30 മുന്നേ ഡിന്നർ കഴിക്കാനായിട്ട് നോക്കുവാണ്. ഇപ്പം സമയം 7:25. അപ്പം ഞാൻ പോയി കഴിക്കട്ടെ. ഓക്കെ ഗൈസ്, ഞാൻ വീണ്ടും വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി. അപ്പം ഞാൻ വന്നു, ഡിന്നർ കഴിച്ചു. പിന്നെ എന്തായിരുന്നു, പിന്നെ ഇവിടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. ഞാനിനി കിടക്കാൻ പോവാണ്. പിന്നത്തെ ഒരു കുട്ടി ഒന്നുമില്ലാത്തൊരു വീഡിയോ ആണ്. അപ്പം അത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ കാണുന്നവരിക്കും ബൈ.